1-2 വർഷമായി വ്യാപാര മേഖല മൊത്തത്തിൽ, അത് സ്വർണ്ണ വ്യാപാര മേഖല മാത്രമല്ല, എല്ലാ വ്യാപാര മേഖലയും വലിയ തോതിലുള്ള വ്യാപാര പ്രതിസന്ധി നേരിടുകയാണ്. അത് ഒരുപക്ഷെ ഓൺലൈൻ വ്യാപാരങ്ങളുടെ ഒരു കാരണമുണ്ടാവാം, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മളുടെ പുതിയ തലമുറയുടെ ഒഴുക്ക് ഒരു കാരണമാവാം. അതുപോലെ തന്നെ രാജ്യം വലിയ ഒരു സാമ്പത്തിക മാന്ദ്യം നേരിടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട. കാരണം അവശ്യ സാധനങ്ങളുടെ ക്രമാതീതമായ വിലവർധനവ്, അതുപോലെ തന്നെ അതിനെ തുടർന്ന് ഉണ്ടായേക്കുന്ന ആഫ്റ്റർ എഫക്റ്റുകൾ, അത് എല്ലാ മേഖലയിലും കൃത്യമായി പറഞ്ഞാൽ നമ്മളുടെ ഇവിടെ കുറച്ച് നാൾ മുൻപ് വരെ ഇവിടെയുള്ള പണം, ഇവിടെയുള്ള സാധാരണ ജോലിക്കാർ, അതായത് ദിവസവേതനക്കാരൊക്കെ അവർക്ക് ലഭിക്കുന്ന പണം ഇവിടെ തന്നെ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊരു വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മളുടെ മുഖ്യമന്ത്രി ഈ അടുത്തിടയ്ക്ക് ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി, ഇത്രയും കാലം ഇങ്ങോട്ടേക്ക് റെമിറ്റൻസ് ആയിട്ട് പണം വന്നിരുന്നെങ്കിൽ ഇപ്പോൾ റിവേഴ്സ് റെമിറ്റൻസ് ആണ് നടക്കുന്നത്. ആ റിവേഴ്സ് റെമിറ്റൻസ് നടക്കുന്നത് പല രീതിയിലാണ്. ഒന്നുകിൽ ഇവിടെ ജോലിക്ക് വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വളരെ കുറച്ച് പണം മാത്രമേ അവരുടെ ദൈനംദിന ചെലവുകൾക്കായി ചെലവഴിക്കുന്നുള്ളൂ. ബാക്കി പണം പൂർണ്ണമായി അതാത് ആഴ്ചകളിൽ തന്നെ, അല്ലെങ്കിൽ അതാത് ദിവസം കൂലി കിട്ടുന്നവർ അങ്ങനെ അന്ന് തന്നെ ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ അല്ലാതെ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ അവരുടെ സംസ്ഥാനത്തേക്ക് ഇത് എത്തിക്കുകയാണ്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പഠനാവശ്യത്തിനും ജോലിക്കും മറ്റും പോയ ആളുകൾ അവിടെ വീടുകൾ വാങ്ങുന്നതിന്, അവരുടെ പഠന ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെയുള്ള വസ്തുവകകൾ വിറ്റ് ആ പണവും ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നൊരു തരത്തിലേക്ക് ഒരു മാറ്റം വലിയ തോതിലുണ്ടാവുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ബാധിക്കുന്നത് ഈ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തെയാണ്. അതുപോലെ തന്നെ ഇന്ത്യയെ മൊത്തത്തിലും അത് ബാധിക്കുന്നുണ്ട്. പല കാരണങ്ങൾ മൂലം ഈ ഒരു സാമ്പത്തിക മാന്ദ്യവും പലതരത്തിലുള്ള ഈ കച്ചവട മേഖലയെ ബാധിക്കുന്ന ഒരു സിംഗിൾ കാര്യമല്ല, പല കാര്യങ്ങൾ ഇതെല്ലാം കൂടി വരുന്നത് കൊണ്ടാണ് ഈ ഒരു സാമ്പത്തിക മാന്ദ്യം. അത് സ്വർണത്തെയും വലിയ തോതിൽ, സ്വർണ്ണ വ്യാപാരത്തെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ കാരണം. സ്വർണ്ണ വ്യാപാരത്തെ മാത്രമല്ല ബാധിക്കുന്ന, എല്ലാ മേഖലയും ബാധിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.